അങ്ങനെ പരമോന്നത നീതിപീഠം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിന് അനുകൂലമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. ബന്ധം തകരുമ്പോൾ അത് പീഡനമാക്കി മാറ്റുന്ന പ്രവണത ശരിയല്ല, ഇത് അംഗീകരിക്കാനാവില്ല. രാഹുലിനെതിരായ ബലാത്സംഗ കേസിൽ ഹൈക്കോടതി. ഓക്കെ, കുറെ ആളുകൾ കടാപ്പുറത്ത് കുമിള വിട്ട് കളിക്കുന്നതൊക്കെ ആയിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിയാസ് മലബാറിയും അതേപോലെ തന്നെ ആ ഒരു വ്യക്തിയും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ ഇതൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അവര്. പക്ഷെ ഈ കേസ് കാരണം തന്നെ കുറെ ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം അമ്മാതിരി ഊളത്തരാണ് ആ വ്യക്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പേര് പോലും മറച്ചു വെച്ചുകൊണ്ട് പലയിടങ്ങളിലും നുണപ്പേരുകൾ, കള്ളപ്പേരുകളിലൂടെ അറിയപ്പെടുന്നു എന്നൊക്കെ അറിയുന്നത്. ജിപേയിലും അതേപോലെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ മറ്റുള്ള പേരുകളിലാണ് ആൾ അറിയപ്പെടുന്നതെന്നാ പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ഹൈക്കോടതി പറഞ്ഞ വാർത്തയിലേക്കൊന്ന് കടക്കാം. നിയാസ് മലബാറി പറഞ്ഞ കാര്യങ്ങൾ കൂടിയുണ്ട്. ഓക്കെ, എറണാകുളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിൽ ഗർഭചിത്രം ഉഭയസമ്മത പ്രകാരമാണെന്ന് സൂചിപ്പിച്ച് ഹൈക്കോടതി ഉത്തരവ്. വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിലാണ് നിർണായക പരാമർശം. അദ്ദേഹം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, തെളിവുകൾ എന്റെ കയ്യിലുണ്ട്, അത് മറ്റുള്ള ആളുകളെ പോലെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കാൻ ഞാൻ തരില്ല, ഞാനത് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നുള്ളതാണ്. ക്രൂരമായ പീഡനത്തിനിരയായ ഒരാൾ വീണ്ടും അതേ വ്യക്തിയുടെ അടുത്തേക്ക് പോകുന്നത് അവിശ്വസനീയമാണെന്നും ഇത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു ഇരുവരും തമ്മിലുള്ളതെന്നതിലേക്കുള്ള സൂചനയാണെന്നും ഹൈക്കോടതി പറഞ്ഞു. അങ്ങനെ തന്നെയല്ലേ, ഒരാൾക്ക് എങ്ങനെയാണ് 9-10 തവണ ഒരാളെ പീഡിപ്പിക്കാൻ കഴിയുക? പീഡനം ഒരു വട്ടം നടന്നാൽ തീർച്ചയായിട്ടും അത് പ്രതികരിക്കണം. ഇപ്പൊ കെട്ടിയിട്ട് പീഡിപ്പിച്ചതാണെങ്കിൽ ഓക്കെ, അയാൾ 9-10 തവണയൊക്കെ കെട്ടിയിട്ട് വിടാതെ പിടിച്ച് പീഡിപ്പിച്ചു എന്ന് പറയാം. പക്ഷെ ഒന്ന് കഴിഞ്ഞു, അത് പീഡനാണ്. രണ്ടാമത് നടന്നു, പീഡനാണ്. അഞ്ചാമതും ഒക്കെ 10ാമതൊക്കെ നടക്കുന്ന പീഡനാണല്ലേ. അയ്യോ, ഇതിപ്പോ എപ്സ്റ്റീൻസ് ഫയൽ അല്ല. ഇത് വായിക്കുന്നതും കേൾക്കുന്നതുമായ ആളുകൾക്ക് മനസ്സിലാവും, സ്വന്തം ഭർത്താവിനെ ചതിച്ചുകൊണ്ട് മറ്റൊരു പുരുഷന്റെ അടുത്ത് പോയിട്ട് അത് ചെയ്തു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോ അയ്യയ്യ, എന്തായാലും കോടതി കൃത്യമായ നിലപാടെടുത്തു എന്നുള്ളതാണ്. ബന്ധം തകരുമ്പോൾ അത് പീഡന കേസായി മാറ്റുന്ന പ്രവണത ശരിയല്ലെന്നും ഇക്കാര്യം അംഗീകരിക്കാനാകില്ലെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട്. കുറെ ആളുകളുണ്ട്. ഇപ്പൊ ശ്രീലക്ഷ്മി അറക്കൽ പറഞ്ഞില്ലേ, എനിക്ക് വേണമെങ്കിൽ ഒരു 10 ആൾക്ക് എതിരെ മീറ്റ് കൊടുക്കാൻ കഴിയും, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അടിപൊളിയായിട്ട് നിന്ന് കൊടുത്തതാന്നാ പറയുന്നത്, എനിക്ക് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ നിന്ന് കൊടുത്തു എന്നാ പറയുന്നത്. ഇവിടെ ഒരു മനുഷ്യന്റെ അടുത്ത് അങ്ങ് പോയി അവസാനം അതൊക്കെ മടുക്കുമ്പോ ഇങ്ങനെയുള്ള കേസുകളുമായിട്ട് രംഗത്ത് വരിക. കൊള്ളാം എന്തായാലും. ഗർഭചിത്രം പരാതിക്കാരിയുടെ സമ്മതത്തോടെയാണെന്നാണ് ഹൈക്കോടതിയുടെ വിലയിരുത്തൽ. എന്റെ പൊന്നോ, പുതിയ സാധനം കൂടി, പുതിയതാണ് കേട്ടോ. വാട്സപ്പ് ചാറ്റുകളിൽ നിന്ന് അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. രാഹുലിന്റെ സുഹൃത്താണ് യുവതിക്ക് ഗർഭചിത്രം നടത്താനുള്ള മരുന്ന് നൽകിയത്. ഇത് യുവതി ആവശ്യപ്പെട്ടതിനനുസരിച്ചാണെന്ന് വാട്സപ്പ് ചാറ്റുകളിൽ ഉണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ ചാറ്റുകൾ ഇതാ, കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നില്ലേ. അപ്പൊ അതാണ് മക്കളെ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർബന്ധിച്ച് അത് ചെയ്യിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ അതിനപ്പുറത്തേക്ക് കോടതി നിരീക്ഷണത്തിൽ കോടതി വാട്സപ്പ് സന്ദേശങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ. നമ്മളൊരു ഭാഗം മാത്രം കേട്ടുകൊണ്ട് ഒരിക്കലും ഡയലോഗ് അടിക്കരുത്. ഇപ്പൊ മനസ്സിലായില്ലേ, കുറെ ആൾക്കാർ ഡയലോഗ് അടിക്കുന്നത് അതുകൊണ്ടാണ്. ഗർഭചിത്രം രാഹുലിന്റെ നിർബന്ധപ്രകാരമായിരുന്നോ എന്ന് വിചാരണയിൽ വ്യക്തമാകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ഓക്കെ, വിചാരണയിൽ വ്യക്തമാവാൻ ഇപ്പൊ എന്താ ഉള്ളത്? അതൊക്കെ വ്യക്തമായിട്ട് അതാ വാട്സപ്പ് സന്ദേശം കാര്യങ്ങളും കിട്ടിയില്ലേ? ഇവര് ഓരോ ശബ്ദ സന്ദേശങ്ങളും കാര്യങ്ങളല്ലേ പുറത്തു വിട്ടിട്ടുള്ളത്, അതോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്? അതൊരു ഗുരുതരമായിട്ടുള്ള തെറ്റല്ലേ? കോടതിക്ക് മുൻപാകെ അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്? ഇവരുടെ ഭാഗത്ത് മാത്രം ഓക്കെ, കൊള്ളാം. നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ബലാത്സംഗ കേസിൽ കർശന വ്യവസ്ഥകളോടെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം, മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറണം, കേരളം വിട്ടുപോകാൻ പാടില്ല, അറസ്റ്റ് ചെയ്താൽ 1 ലക്ഷം രൂപയുടെ 2 ആൾ ജാമ്യത്തിൽ വിട്ടയക്കണം എന്നിങ്ങനെയാണ് ജാമ്യ വ്യവസ്ഥകൾ. ഈ മാസം 16 മുതൽ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്നും പരാതിക്കാരെ ഭീഷണിപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. അതിപ്പോ എന്തായാലും ഒരു മനുഷ്യനും ചെയ്യാൻ പോണ കാര്യമൊന്നുമല്ല, ആ ഒരു ഭീഷണിയുടെ കാര്യമില്ല. അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ ഡാറ്റയും കോടതിക്ക് സമർപ്പിച്ച് കഴിഞ്ഞു. മറ്റുള്ള ആളുകളോ ഒന്നും കാണിച്ചിട്ടില്ല. ഇവിടെ ചില ആളുകൾ കുമിള പൊട്ടിച്ച് കളിക്കുന്നുണ്ട്. ഇപ്പോ അതിലേക്ക് നമുക്ക് വരാം. SIT രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. അവിടെ നിന്നാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും കൊള്ളാം. ഒരുപാട് പുതിയ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ളതാണ്. അതായത് വാട്സപ്പ് സന്ദേശങ്ങളിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞതുപോലെ നിങ്ങളുടെ 5 വാട്സപ്പ് സന്ദേശത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ ശ്രമിക്കുക എന്നാണ്. ഹാഷ്മി അത് കാണാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയില്ല. എന്തായാലും ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് കൂടുതൽ ആളുകൾക്ക് സ്നേഹം കൂടിയത് എന്നുള്ളതാണ്. അതായത്
ഒരാൾ മാത്രമല്ല ഇതിൽ തെറ്റുകാരായിട്ടുള്ളത്, രണ്ടുപേരും തെറ്റുകാരാണ്. ഭർത്താവിനെ വഞ്ചിക്കുക എന്നുള്ളത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഇവിടെയുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എങ്ങനെ കാണാൻ കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ് അല്ലെ. തന്നെ ആര് സഹായിക്കാം എന്ന് പറഞ്ഞാലും ഭർത്താവ് ജീവിച്ചിരിക്കെ, അല്ലെങ്കിൽ ഭർത്താവ് ഇല്ലാന്ന് തന്നെ കൂട്ടിക്കോ, ഒരാൾ തന്നെ സഹായിക്കാം എന്ന് പറയുമ്പോഴേക്കും എന്തിനാണ് അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നതെന്ന് കൂടി നോക്കണ്ടേ. ഇതൊക്കെ ഒരു പാഠമാവണം എന്നേ ഞാൻ പറയുന്നുള്ളൂ. അദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് കൊടുത്ത എല്ലാവരും സമാന രീതിയിലുള്ള കേസുകളാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇപ്പൊ സുപ്രീം കോടതി കൃത്യമായി അതിലൊരു നിലപാട് എടുത്തു കഴിഞ്ഞു. ഇവിടെ ഹൈക്കോടതി ഇദ്ദേഹത്തിന് ജാമ്യവും നൽകുന്നു എന്നുള്ളതാണ്. ഇനി നിയാസ് മലബാറി പറയുന്ന ആ ഒരു കഥ ഒന്ന് വായിച്ചാലോ. ഇതൊരു പുട്ടിയാന്റിയെ കുറിച്ചിട്ടുള്ള കഥയാണ്. നമുക്ക് എന്തായാലും പുട്ടിയാന്റിയെ കുറിച്ചിട്ടുള്ള ഭാഗം 4 കേൾക്കാം. മുസ്ലിം പെൺകുട്ടികളെ മുൻകാലങ്ങളിൽ ചെറുപ്രായത്തിൽ തന്നെ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. മലബാർ മേഖലയിൽ പ്രത്യേകിച്ചും. നമ്മുടെയൊക്കെ മുൻ തലമുറയിലെ ഒരുപാട് സ്ത്രീകൾ അങ്ങനെ 18 വയസ്സിന് മുമ്പ് കല്യാണം കഴിച്ചതും പ്രസവിച്ചതും ഒക്കെ സാധാരണ സംഭവമായിരുന്നു. അങ്ങനെയൊക്കെ തന്നെയാണ്. 986 ഏപ്രിലിൽ ജനിച്ച ഒരാൾക്ക് 2004 സെപ്റ്റംബറിൽ ഒരു കുഞ്ഞു ജനിച്ചിട്ടുണ്ടെങ്കിൽ ബാല്യവിവാഹ നിരോധന നിയമവും പോക്സോയും ഒക്കെ വരുന്നതിന് മുമ്പുള്ള സംഭവമായതുകൊണ്ട് അതിൽ നിയമവിരുദ്ധമായ കാര്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്ന് തോന്നുന്നത്, കാരണം ആ നിയമം വന്നിട്ടില്ലല്ലോ. ഉണ്ടെങ്കിൽ അവരുടെ അന്നത്തെ ട്യൂഷൻ അധ്യാപകൻ കൂടിയായിരുന്ന ഇന്നത്തെ ഭർത്താവിനെതിരെ ഒരു കേസിനുള്ള വകുപ്പുണ്ട്. ട്യൂഷൻ അധ്യാപകനാ 17 വയസ്സുള്ള 16-17 വയസ്സോ? പുതിയ അറിവ്, കൊള്ളാം കേട്ടോ. ഇത് വെറും ഒരു കഥ മാത്രമാണ്, നിങ്ങൾ വേറെ രീതിയിൽ എടുക്കേണ്ട. നാട്ടുകാർക്ക് ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്ന ഒരാൾ വിവാഹ പൂർവ്വ ലൈംഗിക ബന്ധത്തിൽ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു എന്ന ആരോപണം ഉയരുമ്പോൾ കുമിളകൾ പറത്തി ഒളിച്ചോടുകയല്ല വേണ്ടത്. കുറഞ്ഞ പക്ഷം പ്രസവത്തിൽ മരിച്ച ജ്യേഷ്ഠത്തിയുടെ മകളാണ് ആ കുഞ്ഞ് എന്ന് പലരോടും പറഞ്ഞത് ജാള്യത മറച്ചുവെക്കാനുള്ള കള്ളമായിരുന്നു എന്നെങ്കിലും സമ്മതിക്കണം. അവരിപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇട്ട് പയറുമണി പോലെ ഓടി നടക്കുന്നത് ജനങ്ങൾ കാണുമ്പോൾ ആ കള്ളം ആവർത്തിക്കാതിരിക്കുകയെങ്കിലും ചെയ്യണം. മരിച്ചുപോയ സഹോദരിയുടെ കുഞ്ഞാണ് എൻ്റെ കയ്യിൽ. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടെയൊക്കെ പോയി പറഞ്ഞു എന്നാ പറയുന്നത്. പിന്നെ അത് മറച്ചു വെച്ചിട്ട് ഏതോ ഒരാളെ വളയ്ക്കാനും ശ്രമിച്ചു എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പുട്ടിയാന്റിയെ കുറിച്ചിട്ടാണല്ലേ പറഞ്ഞത്. ഇനി നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് കിടക്കാം. മറുനാടൻ മലയാളി പുറത്തുവിട്ട ഒരു കട്ടിംഗ് ആണ്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഹിന്ദു മതസ്ഥനായ ഒരാളെയാണ് ഷഹനാസ് വിവാഹം ചെയ്തിരിക്കുന്നത്. അത്യാവശ്യത്തിന് ഏറെ സമ്പത്തും പാരമ്പര്യവും വിദ്യാഭ്യാസവും ഉള്ള ഒരു കുടുംബമാണ് അവരുടേത്. അവളുടെ പേര് പ്രിയ സജീഷ് എന്നോ പ്രിയമല്ലാത്ത സജീഷ് എന്നോ പേർക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട്. MA ഷഹനാസ് പ്രിയ സജീഷ് ആയ കഥ ഇന്ദു മേനോൻ. ഓക്കെ, ഇതിലിപ്പോ എന്താ കാര്യമുള്ളത്? അവരുടെ പേര് ഇപ്പൊ എന്തായാലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. പക്ഷേ ഗവൺമെന്റ് പേപ്പറുകളിൽ എങ്ങനെയാണ് ഒരുപാട് പേരുകളിൽ അറിയപ്പെടാൻ കഴിയുക? അതൊരു ചോദ്യമില്ലേ ചേച്ചി? ഇത് ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭരണഘടനയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ല, അതുകൊണ്ട് ചോദിച്ചാണ്. അപ്പൊ ഇന്ദുമേനോൻ വന്നിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. ഇന്ദുമേനോൻ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ചിലപ്പോ ആ എഴുത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാവാം. പക്ഷെ ഷഹനാസ് ഒരു മനുഷ്യന്റെ പുസ്തകമൊക്കെ അടിച്ചു മാറ്റിയിട്ട് കോപ്പി അടിച്ചതാണ് ചേച്ചി. അതൊക്കെ ഒന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, അവർ മതം മാറുകയോ പേര് മാറ്റുകയോ ചെയ്യട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതൊന്നുമല്ല ഇവിടെ പ്രശ്നം മാഡം. ഒരേ വ്യക്തി പാസ്പോർട്ടിലും കമ്പനിയിലും ഷഹനാസ് ആകുന്നതും ഡ്രൈവിംഗ് ലൈസൻസ്, വണ്ടിയുടെ RC, ജീപ്പ് ഇവയിലൊക്കെ പ്രിയ ആകുന്നതും എങ്ങനെയാണ്? പോയി പോസ്റ്റ് വായിച്ചപ്പോൾ രസം തോന്നിയത് അതല്ല, അവരുടെ സൗന്ദര്യത്തിലുള്ള കുശുമ്പാണ് ആരോപണത്തിന് കാരണമെന്നാണ്. അയ്യയ്യോ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? മനസ്സിലാവുന്നില്ല. ഈ മേക്കപ്പ് വാരിക്കോരിയിട്ട് ആന്തരിക അവയവങ്ങളൊക്കെ നശിപ്പിക്കുന്ന ഇത്തരം പ്രവണതകളെയൊക്കെ സൗന്ദര്യമായിട്ട് മനുഷ്യന്മാർ കാണുന്നുണ്ടെന്നാണ് പറയുന്നത്. കൂട്ടത്തിലൊരു കാര്യം പറയാൻ മറന്നേ. അതായത് 2017 ഇങ്ങോട്ടാണ് നമ്മുടെ നാട്ടില് എല്ലാ സ്ത്രീകളും മേക്കപ്പിലേക്ക് കടന്നു പോകുന്നത്, കോസ്മെറ്റിക് ഐറ്റംസ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ ലിപ്സ്റ്റിക് ആണെന്നുണ്ടെങ്കിലും മുഖത്തിടുന്ന മറ്റുള്ള ക്രീംസുകൾ എന്തുവാണെങ്കിലും സൺക്രീം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പൊ കണ്ടുവരുന്നുണ്ട്. ഞാനിപ്പോ ചേച്ചി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഓക്കെ, ബാക്കി വായിക്കാം. വളരെ നീണ്ട ആ പോസ്റ്റ് വായിക്കാൻ സൗകര്യമില്ലാത്തവർക്ക് വേണ്ടി പ്രസക്ത ഭാഗം. ഷഹനാസിനെതിരെ ഇപ്പോൾ നടക്കുന്ന ഈ സോഷ്യൽ മീഡിയ ആൾക്കൂട്ട ആക്രമണത്തിന് ഒറ്റ കാരണമേ ഉള്ളൂ, അത് അവളുടെ സൗന്ദര്യമാണ്. എന്റെ പൊന്നു പള്ളി, എന്താ ഞാൻ പറയേണ്ടത്? ഈശ്വരാ, കുട്ടിക്കാലം മുതൽ തന്നെ ഇത്രയും സുന്ദരമായ മുഖവും മുടിയും കണ്ണുകളുമുള്ള അവൾക്ക് പിറകെ കോളേജിൽ നടന്നിട്ടുള്ളവരുടെ എണ്ണം എടുക്കാൻ പറ്റില്ല. കോളേജിലത്തെ കഥ ഇപ്പോ ചേട്ടായി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്നില്ല ഇനി അത് വീണ്ടും. അവൾ ആരുടെയോ പിറകെ നടന്നതായ കഥ പറയുന്നതിന് മുമ്പ് അവളെ പോയി ഒന്ന് നേരിട്ട് കാണുക. അവളുടെ 40കളിൽ അവൾ ഇത്ര സുന്ദരിയെങ്കിൽ അവളുടെ കൗമാര യൗവന ആരംഭ കാലങ്ങളിൽ അവൾ
എത്ര സുന്ദരി ആയിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. പുട്ടി, വാൾപുട്ടി. ഈ പുട്ടിയാണോ ചേച്ചി ഇങ്ങനെ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, ആന്തരിക അവയവങ്ങളൊക്കെ കാഞ്ഞു പോയിട്ടുണ്ടാവും. അമ്മാതിരി പുട്ടിയാണ്. ഈ പുട്ടിയാണോ ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പക്ഷെ ഞാനേ നേരത്തെ തുടക്കത്തിൽ പറയാൻ വിട്ടുപോയൊരു സാധനമാണ്. ഞാൻ ഈ കഥ തുടങ്ങുന്നതിന് മുന്നേ പറയാൻ വിചാരിച്ചൊരു സാധനം ഇരുന്നത്, അതായത് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് അറിയില്ല, ഞാനൊരു കഥ സൊല്ലട്ട് വാ എന്നിരുന്നു ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, നണ്ടറ പൊട്ടിച്ചവിടെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ചില സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വരുമൊക്കെ മറന്നു പോകും. ഓക്കെ, അപ്പോ ഇതാണ് അവസ്ഥ. എം.എ. ഷഹനാസ് പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് നുണകളുണ്ട് എന്നും നിയാസ് മലബാറി എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചതും നമ്മൾ കണ്ടതാണ്. ഇനി ഒന്നേ പറയുന്നുള്ളൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി സബ്മിറ്റ് ചെയ്ത ഡാറ്റകൾക്ക് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. കേസ് തള്ളിപ്പോകുന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. സുപ്രീം കോടതി വലിയ ഒരു വിധി ഇവിടെ നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ എന്ന് തന്നെ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരുപാട് നുണകൾ പറഞ്ഞിട്ടും ഒരുപാട് ഫേക്ക് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടും ആ പാർട്ടിയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ പാർട്ടിയുടെ പോരായ്മ മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇലക്ഷൻ വരാറായി, ജനങ്ങൾ ചിന്തിക്കും. വെറുതെ ഉള്ള വോട്ടും കൂടിയും കളയാൻ കോൺഗ്രസ് പാർട്ടി ഇവരെ ഇപ്പോഴും നിലനിർത്തുന്നത് എന്തിനാണെന്നാണ് മനസ്സിലാവാത്തത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. വീണ്ടും ഒരു പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.